വെൽക്കം ടു തേജസ് വേൾഡ്. ഇന്നത്തെ പാചകം എല്ലാവർക്കും ഭക്ഷണത്തിൽ ഒഴിച്ച് കഴിക്കാനുള്ള രുചിക്കൂട്ടായിട്ടുള്ള വറുത്തരച്ച സാമ്പാറാണ്. ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കഷ്ണങ്ങളും ചേരുവകളും. ആവശ്യമുള്ള കഷ്ണങ്ങൾ: കുമ്പളങ്ങ, മത്തങ്ങ, ഉരുളൻകിഴങ്ങ്, മുരിങ്ങക്കായ കണ്ടിച്ചത്, മുളക്, വേപ്പല, വെണ്ടക്കായ. ഇതാണ് ഇതിലത്തെ പ്രധാനപ്പെട്ട കഷ്ണങ്ങൾ. വീഡിയോയിൽ കാണിച്ച മാതിരിയുള്ള വലിപ്പത്തിൽ നുറുക്കി സജ്ജീകരിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടതായിട്ടുള്ള പുളി. ഈ കാണുന്നത് വറുത്ത് അരയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. അരമുറി തേങ്ങ ചെരുവിയത്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കായം, ഉലുവ. ഇതെല്ലാം വറുത്ത് അരയ്ക്കാനുള്ള ഐറ്റംസാണ് കാണുന്നത്. ആദ്യമായി ഈ പരിപ്പും ചുവന്ന ഉള്ളിയും വേവിച്ചെടുക്കുക. ആദ്യമായി പരിപ്പ് നല്ലപോലെ വൃത്തിയാക്കി കഴുകി കുക്കറിലിടുക. അതിനുശേഷം ചെറിയ ഉള്ളി വൃത്തിയാക്കിക്കൊണ്ട് കുക്കറിലിടുക. ആദ്യത്തെ നടപടിയായി ഇത് വേവാൻ അനുവദിക്കുക. അല്പം വെള്ളം ഒഴിക്കുക. വേവാൻ വേണ്ട പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. കഷ്ണങ്ങൾ വേറെ ഒരു അടുപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്പം ഉപ്പിടുക. പൊടി വേവാനുള്ള വെള്ളം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ആദ്യം കായം വെന്തു കഴിയുമ്പോൾ മൊരിഞ്ഞു കഴിയുമ്പോൾ ഉലുവ. ഉലുവ മൊരിഞ്ഞു കഴിയുമ്പോൾ തേങ്ങ ചെറിയത്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി മുതലായവ ചട്ടിയിലിട്ട് ഇളക്കി വറക്കുക. വേപ്പല, അതിന് മേലെ ലേശം വെളിച്ചെണ്ണ കൂടി. ഏകദേശം വറവ് പാകമാകുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ഇടുക. വറുക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നത് ഒരിക്കൽ കൂടി പറയാം: തേങ്ങ, ഉലുവ, കായം, ചെറിയ ഉള്ളി, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി മുതലായവ. വറവ് നല്ലതുപോലെ വെണ്ണ പോലെ അരച്ചെടുക്കുക. കഷ്ണങ്ങൾ മുഴുവനായും വെന്ത് കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കുക്കറിൽ ഇട്ട് വേവിച്ച നമ്മുടെ പരിപ്പും ചെറിയ ഉള്ളി അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായ ഇടുക. പിന്നീട് അല്പം പുളി ചേർക്കുക. അല്പം ഉലുവ. അതിനുശേഷം കടുക്. എല്ലാം അരപ്പുമായി ചേർന്ന് കഴിഞ്ഞതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ടുള്ളവ നമ്മൾ ജോയിൻ്റായ കലത്തിലേക്ക് ഒഴിക്കുക. എന്ത് നല്ല ഗന്ധമാണ് വരുന്നത്! സാമ്പാറിൻ്റെ മണം! ആഹാ! സ്വാദിഷ്ടമായ വറുത്തരച്ചു വെച്ച സാമ്പാർ റെഡി. സ്വാദിഷ്ടമായ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കൂ, കഴിക്കൂ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.